പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് കൃത്യമായ ഹാർദമായ സ്വാഗതം. മാസ്റ്റർ ക്ലാസിൻ്റെ 21ാമത്തെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ക്ലാസ്. നമുക്കറിയാം, PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറേ സമരങ്ങളുണ്ട്. ഗേദ, അതേപോലെ ചമ്പാരൻ, ഇതൊക്കെയാണ് അഹമ്മദാബാദ് മിൽ സമരം. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് കേൾക്കാൻ പോകുന്നത്. വളരെ ആധികാരികമായി അതിനകത്തുള്ള പോയിന്റുകളും സ്ഥിരമായി PSC ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കി വരാം. ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ സമരം നടക്കുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വിജയം. 1917 സംഭവം നടക്കുന്നത്. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ജില്ലയിലാണ്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ നിരാഹാര വിജയ സത്യാഗ്രഹങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹം അറിയപ്പെടുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നാണ്. അതായത് ചമ്പാരൻ എന്ന് പറയുന്ന ജില്ലയിൽ കർഷകരുണ്ട്. ആ കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ 3 ഭാഗം നീലം കൃഷി ചെയ്യണം എത്രേ. അതാണ് ബ്രിട്ടീഷ് റൂള്. ഈ ബ്രിട്ടീഷ് റൂൾ അല്ലെങ്കിൽ ഈ സംവിധാനം, ഈ നിയമ സംവിധാനത്തെ തിങ്കതിയ സംവിധാനം എന്നാണ് പറയുന്നത്. തിങ്കതിയ എന്ന് പറയുന്ന സമ്പ്രദായ പ്രകാരം ബ്രിട്ടീഷുകാർ കർഷകർക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടു അവരുടെ കൃഷിഭൂമിയുടെ 3 ഭാഗം, 20ആയി തിരിച്ചാൽ അതിൽ 3 ഭാഗത്ത് നീലം കൃഷി നടത്തണം എന്ന്. അത് വലിയ ബാധ്യതയാണ് കർഷകരിൽ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയാണ് അവിടെ ഗാന്ധിജിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. നീലം കർഷകരെ ഈ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തത് ചോദിക്കാനെത്തിയത് ഗാന്ധിജിയാണ്. ശ്രദ്ധിക്കണം, തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ പ്രക്ഷോഭം. അങ്ങനെയും ഒരു ചോദ്യമുണ്ട്, പഠിച്ചു വെക്കണം. കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണം എന്നത് ബ്രിട്ടീഷുകാരുടെ തിങ്കതിയ സമ്പ്രദായം അനുസരിച്ചുള്ള നിയമമാണ്. അത് അങ്ങനെയുള്ള കൃഷി നടത്തിയേ പറ്റൂ. ഇല്ലാത്ത ഭൂമി അവർ പിടിച്ചെടുക്കും. അങ്ങനെയാണെങ്കിൽ അത് കൃഷിക്കാർക്ക് എന്തെങ്കിലും ലാഭമുണ്ടാക്കിയോ? ഇല്ല. കൃഷിക്കാർക്ക് വലിയ തരത്തിലുള്ള നഷ്ടമുണ്ടാക്കി, വലിയ തരത്തിലുള്ള വേദനയുണ്ടാക്കി അവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ബ്രിട്ടീഷുകാർ. അങ്ങനെ കർഷകർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി എത്തുന്നു. ഗാന്ധിജിയെ ക്ഷണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമായി ചമ്പാരൻ സത്യാഗ്രഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ചമ്പാരൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറാണ് എന്ന് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ അനുഗമിച്ച പ്രമുഖർ ആരൊക്കെയാണ്? JB കൃപലാനിയുണ്ട്, നർഹരി പരേഗുണ്ട്, അതുപോലെ ബ്രജ് കിഷോറുണ്ട്. ഓക്കെ, ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലാകപ്പെടുന്നത് 1917 എന്നാൽ ഗാന്ധിജി ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലാകപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, 1917. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. എഡ്വേർഡ് ഗേറ്റ് ഗാന്ധിജി ആ കമ്മീഷനിൽ അംഗമായിരുന്നു. ചമ്പാരനിൽ എന്തുകൊണ്ടാണ് കർഷകർ സമരം ചെയ്യാൻ മുന്നോട്ട് വന്നത് എന്നതൊക്കെ അന്വേഷിക്കുവാനുള്ള ആ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ്, അതുപോലെ ഗാന്ധിജിയെ അവിടേക്ക് ക്ഷണിച്ചത് ഒക്കെയും രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയെ രാജ്കുമാർ ശുക്ല ചമ്പാരനിലേക്ക് ക്ഷണിക്കുമ്പോൾ ഗാന്ധിജി അവിടെ എത്തുകയും എടുത്തു ചാടി അവിടെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയല്ല ചെയ്തത്, സത്യാഗ്രഹത്തിലേക്ക് പോവുകയല്ല ചെയ്തത്. പകരം ഗാന്ധിജി അവിടെ ചെന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനീതിക്കെതിരെ അഹിംസാപരമായ ഒരു സത്യാഗ്രഹം ആരംഭിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ എന്ത് ചെയ്തത്? ബ്രിട്ടീഷ് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ കർഷകർക്ക് അനുകൂലമായി നിയമപരമായ മാറ്റങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ തിങ്കതിയ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായ പ്രകാരമാണ് 3 ഭാഗം കർഷകർ നീലം കൃഷി ചെയ്യേണ്ടി വന്നത്. അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിജയകരമായ ഒരു
കാൽവയ്പ് കൂടിയായിരുന്നു ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം. ഈ സത്യാഗ്രഹത്തിന്റെ മറ്റുള്ള അങ്ങ് പിന്നീട് ഉണ്ടായ സത്യാഗ്രഹങ്ങൾക്ക് ഈ ഒരു വിജയം പ്രചോദനമാവുകയും ചെയ്തു എന്ന് പറയാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയകരമായ ഒരു സമരമായി ചമ്പാരൻ സത്യാഗ്രഹം വിലയിരുത്തപ്പെടുന്നു. പേരുകളൊന്നും മറക്കരുത്. അദ്ദേഹത്തെ അനുഗമിച്ചവർ, അവിടുത്തെ പ്രാദേശിക നേതാവ്, ചമ്പാരൻ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്, ഏത് ജില്ലയാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് PSC പരീക്ഷകളിൽ, ഇത്രയും കാര്യങ്ങൾ പ്രിയ ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ ഗാന്ധിജിയുടെ സമരത്തിലേക്ക് പോകാം. രണ്ടാമത് ഗാന്ധിജിയുടെ സമരം. അതിനു മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹജാസ് ക്ലാസ്സസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് കൃത്യമായി സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും PSC നടത്തുന്ന മുഴുവൻ പരീക്ഷകളുടെ കോഴ്സുകളും പഠിക്കാം. ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, അല്ല PSC ഫൗണ്ടേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LGS, LDC, റാങ്കേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞ് LP UPയുടെ ബാച്ച്, ഇതിനെല്ലാത്തിനും കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് ഇത്. ഈ ഒരു ചെറിയ ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. 1 വർഷത്തേക്കാണ് വാലിഡിറ്റി. LP UPയുടെ കോഴ്സ് മാത്രം 2 വർഷത്തേക്കാണ് വാലിഡിറ്റി. ഇതിന് പുറമെ PYQന്റെ ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. ഇതെല്ലാം ചെറിയ ഫീസുകളേ ഉള്ളൂ. 399 രൂപയാണ് PYQന്റെ ക്ലാസ്. ഇംഗ്ലീഷിന്, മലയാളത്തിന്, സയൻസിന് ഒക്കെയും ഇതുപോലെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, മാത്സ്, സയൻസിന്റെ ഒരു കോംബോ ക്ലാസ് ഓഫറിലുണ്ട് 999. ഇത് നിങ്ങളെ പലപ്പോഴും ഈ ക്ലാസ്സുകൾ എടുത്ത കുട്ടികൾ പറയുന്നത് ഈ ക്ലാസ് ഒരു വിസ്മയമാണ് എന്നാണ്. അത്തരത്തിലാണ് അധ്യാപകരുടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. നന്നായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തരും. നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അതേ ക്ലാരിറ്റിയോടുകൂടി ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവും ഉണ്ടാകും. ലൈവ് SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകൾ മാത്രമാണ് ലൈവായി നൽകുന്നത്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ കാശ്, ഫീസ് ഒരു തടസ്സമല്ല. അത്രയും ചെറിയ ഫീസാണ് നിങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. നമുക്ക് രണ്ടാമത് കേൾക്കേണ്ടത് 1918 അഹമ്മദാബാദ് മിൽ സമരത്തെക്കുറിച്ചാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ആഹാരം കഴിക്കാതെയുള്ള സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി രംഗത്തേക്ക് വരുന്നു. അന്ന് പ്ലേഗ് ബോണസ് എന്ന് പറയുന്ന പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ തൊഴിലാളികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് മില്ലുടമകൾ പ്ലേഗ് ബോണസ് നൽകി. എന്നാൽ പ്ലേഗ് കഴിഞ്ഞപ്പോൾ ആ ബോണസ് നിർത്തലാക്കി. അതിനുശേഷമാണ് ഈ ഒരു പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതിനു ശേഷം തൊഴിലാളികൾ അവരുടെ വേതനം 50% വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മില്ലുടമകൾ 20% വർദ്ധിപ്പിക്കാനേ തയ്യാറായുള്ളൂ. അങ്ങനെയാണ് ഗാന്ധിജി ഇടപെടുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആഹാരം കഴിക്കാതെയുള്ള ഒരു സമരം അവർ തുടങ്ങി. അങ്ങനെ ആ സമരം പിന്നീട് വിജയത്തിലാകുന്നു. പ്ലേഗ് ബോണസ് എന്താണെന്ന് ചോദിച്ചാൽ 1917 അഹമ്മദാബാദിലെ പ്ലേഗ് രോഗം വരുന്നത്. പ്ലേഗ് രോഗത്തെ തുടർന്ന് അവിടുത്തെ ജനസംഖ്യയുടെ 10% ആളുകൾ മരണപ്പെട്ടു. പ്ലേഗിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% ബോണസായി നൽകി. അപ്പോൾ പ്ലേഗ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ പ്ലേഗ് കുറഞ്ഞപ്പോൾ ആ ബോണസ് നിർത്തലാക്കി. അപ്പോൾ സ്വാഭാവികമായി തൊഴിലാളികൾക്ക് വേതനം കുറവായിരുന്നു. തൊഴിലാളികൾ 50% വേതനം കൂടുതൽ ആവശ്യപ്പെട്ടു. എന്നാൽ മില്ലുടമകൾ 20% കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നമാണ് ഗാന്ധിജി പരിഹരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം. 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി സമരം തുടങ്ങി. അങ്ങനെ അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവാണ് അനസൂയ സാരാഭായ്. പക്ഷേ ഈ സമരം വിജയിക്കുന്നു. 35% വേതന വർധനവ് തൊഴിലാളികൾക്ക് മില്ലുടമകൾ നൽകാൻ തയ്യാറായിക്കൊണ്ടാണ് ഈ ഒരു സമരം അവസാനിച്ചത്. 1918 ഗേദ സത്യാഗ്രഹത്തെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഗുജറാത്തിലെ ഗേദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഗേദ എന്ന് പറയുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിലാണ് കർഷകർ സമരം നടത്തിയത്. ആ സമരമാണ് ഗേദ സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ, ആ ഒരു ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ഒരു സമരമായിരുന്നു, സത്യാഗ്രഹമായിരുന്നു ഗേദ സത്യാഗ്രഹം. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗാന്ധിജി നടത്തുന്ന ആദ്യത്തെ ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ നികുതി നിഷേധ സമരമായിരുന്നു ഇത്. അതായത്
ഗുജറാത്തിലെ ഗേദ ജില്ലയിൽ കർഷകർക്ക് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണമായിരുന്നു. 1918 ഗേദ എന്ന് പറയുന്ന ജില്ലയിൽ വിളവെടുപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് ഈ നികുതി കൊടുക്കാൻ കർഷകർക്ക് കഴിയാതെ വന്നു. പക്ഷേ ഒരു കാരണവശാലും ആ നികുതി അവരിൽ നിന്ന് വാങ്ങാതിരുന്നില്ല ബ്രിട്ടീഷുകാർ. അത് കൃത്യമായി അടച്ചേ പറ്റൂ എന്ന് ധാർഷ്ട്യത്തോടു കൂടി അവർ പറയുകയും ചെയ്തു, ബ്രിട്ടീഷുകാർ പറയുകയും ചെയ്തു. അതിനെതിരെയാണ് ഈ ഒരു സമരം നടന്നത്, അതായത് ഗേദ സത്യാഗ്രഹം നടന്നത്. ഭയങ്കരമായ ഒരു വരൾച്ചയെ തുടർന്നാണ് കർഷകർക്ക് അന്ന് ഭയങ്കര നഷ്ടം സംഭവിച്ചത്. ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി ടാക്സ് കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്ന് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വയ്ക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ നികുതി അടയ്ക്കാത്ത കർഷകരിൽ നിന്നും സാധന സാമഗ്രികളൊക്കെ പിടിച്ചെടുത്തു, അതെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതായിരുന്നു ഗാന്ധിജിയുടെ സമാധാനപരമായ ഒരു പ്രക്ഷോഭം കൂടിയായിരുന്നു ഇത്. ഗാന്ധിയൻ അഹിംസയും ഗാന്ധിയൻ സത്യാഗ്രഹവും വളരെ ഫലപ്രദമായി പ്രയോഗിച്ച ഒരു സത്യാഗ്രഹം കൂടിയായിരുന്നു ഗേദ പ്രക്ഷോഭം. ഗേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളായിരുന്നു 1 സർദാർ വല്ലഭായ് പട്ടേലും 2 ഇന്ദുലാൽ യാഗ്നിക്കും ഒക്കെ. ഇവരൊക്കെയാണ് ഗാന്ധിജിയെ ഈ ഒരു സത്യാഗ്രഹത്തിൽ അനുഗമിച്ചത്. ഇന്ത്യയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ PSC പരീക്ഷകളിൽ നിരന്തരമായി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു 3 സമരങ്ങളും കൃത്യമായി പഠിച്ചെടുക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ള പോയിന്റുകൾ തിരക്കി നമ്മൾ പോകണ്ട, കാരണം ഇത്രയും മാത്രമേ PSC ചോദിക്കുകയുള്ളൂ. ചമ്പാരനും അഹമ്മദാബാദ് മിൽ സമരവും ഗേദ സത്യാഗ്രഹവും എവിടെ നടന്നു, എന്തിനു നടന്നു, എന്തായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ, കാരണങ്ങൾ, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, ഏത് രീതിയിലാണ് ഗാന്ധിജി അതിനെ കൈകാര്യം ചെയ്തത്, ഗാന്ധിജിക്ക് ആ സമരവുമായിട്ടുള്ള ബന്ധമെന്ത്, ഇതെല്ലാം കൃത്യമായി പഠിച്ചു വെക്കുക. ഈ 3 സമരങ്ങൾ നമുക്ക് നല്ലൊരു അസറ്റാണ്, നന്നായി പഠിച്ചു വെക്കേണ്ട ഒരു പോർഷൻ കൂടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബയോളജിയിലെ എൻഡോക്രൈൻ സിസ്റ്റം പഠിച്ചു തീർത്തിട്ടുണ്ട്. ഇത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ അവസാനിക്കുന്നു. ഇനി ഗാന്ധിജിയുടെ സമരങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്ന ഒരു 3 സമരങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചത്. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ നോക്കി വരേണ്ട സമയമായിട്ടുണ്ട്. 21 ഭാഗങ്ങളാണ് മാസ്റ്റർ ക്ലാസ് എടുത്തത്. ഓരോ ടോപ്പിക്കും വളരെ തന്മയത്വത്തോടു കൂടിയാണ് ഈ മാസ്റ്റർ ക്ലാസ്സിനകത്ത് അവതരിപ്പിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഒരു പുതിയ നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.